ഹലോ എവ്രിവൺ, റേഡിയന്റ് അക്കാഡമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു എപ്പിസോഡിലൂടെ പ്ലസ് വൺ കെമിസ്ട്രി നമ്മൾ ഫസ്റ്റ് ഈ ഒരു എപ്പിസോഡിലൂടെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ തന്നെ ഓർഗാനിക് കെമിസ്ട്രി നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓർഗാനിക് കെമിസ്ട്രി നിങ്ങൾക്ക് 2 ചാപ്റ്റേഴ്സാണ് പ്ലസ് വണ്ണിൽ പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ 10th പഠിച്ചതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. എന്ന് പറയുമ്പോൾ 10th നമ്മൾ കുറച്ച് ബേസിക്സ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിനെ ഒന്നുകൂടെ ഒന്ന് റിക്കോൾ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ചാപ്റ്റർ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തി പിന്നെ വളരെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള നോമൻക്ലേച്ചറും തുടർന്ന് പിന്നെ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ഹൈഡ്രോ കാർബൺസിൽ നമ്മൾ റിയാക്ഷൻസും പ്രിപ്പറേഷൻസും ഒക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി എന്ന് കേൾക്കുമ്പോൾ ഒരു 80% കുട്ടികൾക്കും വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ കുറച്ചധികം അല്ലെങ്കിൽ ഒരു 20% കുട്ടികളെന്ന് വളരെ ഈസി ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് നോക്കിക്കാണുന്ന ഒരു കെമിസ്ട്രിയുടെ ഒരു ഭാഗമാണ് ഓർഗാനിക് കെമിസ്ട്രി. എന്തുകൊണ്ടാണ് ഇത്രയധികം കുട്ടികൾക്ക് പ്രയാസം വരുന്നത്? അതിനൊറ്റ റീസണേ ഉള്ളൂ, ബേസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ. കൃത്യമായിട്ട് ബേസ് ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് എന്ത് കാര്യത്തിനും ഒരു ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട്, ഇപ്പോൾ മാത്സ് ആണെങ്കിൽ നമുക്കറിയാം അല്ലേ, ബേസ് കൃത്യമാണെങ്കിൽ മുന്നോട്ടുള്ള എല്ലാ പഠനവും ഈസി ആവും. അതുപോലെയുള്ള ഓർഗാനിക് കെമിസ്ട്രി ബേസ് ഉണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്, ഭയങ്കര പാവമായിട്ടുള്ളൊരു ഒരു ചാപ്റ്ററാണ് ഓർഗാനിക് കെമിസ്ട്രി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പ്ലസ് വൺ ഓർഗാനിക് കെമിസ്ട്രി നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് നമ്മൾ 10th ആ ഒരു ബേസിസ് മാത്രമല്ലാതെ തുടർന്ന് ആ ഒരു ബേസിസ് വെച്ചുകൊണ്ട് നമ്മൾ തുടർന്ന് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ ചാപ്റ്ററിൽ. ഓക്കെ, അപ്പം എന്താണ് ഓർഗാനിക് കെമിസ്ട്രിയുടെ ഇമ്പോർട്ടൻസ്, എന്തിനാണ് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കണം, എന്താണ് അതിൻ്റെ ആവശ്യകത, അത് നമ്മൾ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പം നിങ്ങൾ നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ ഓർഗാനിക് കെമിസ്ട്രിയുമായി ബന്ധം അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ നിങ്ങൾ സംശയം തോന്നി എവിടെ നമുക്ക് കാണാൻ പറ്റുക? ഉറപ്പായിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊന്നൊരു മനുഷ്യനെ എടുത്താൽ തന്നെ ഒരു ഏകദേശം ഒരു 18% ഓർഗാനിക് കോമ്പൗണ്ട്സ് എൻ്റെ ഈ ഒരു ബോഡിയിൽ പ്രസൻ്റ് ആണ്. ദെൻ പ്ലാന്റ്സിൽ നോക്കിയാൽ കാണാം. അങ്ങനെ നമ്മുടെ ചുറ്റുപാട്. പിന്നെ അത് മാത്രമല്ല, ഓർഗാനിക് കോമ്പൗണ്ട്സ് വെച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് എടുത്തിട്ടുള്ള ഒരുപാട് ഇൻഡസ്ട്രീസ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ വേറെ ഒന്നുമല്ല, നമ്മൾ ഫുഡ് എടുത്തു കഴിഞ്ഞാൽ ഫുഡിൽ നമുക്ക് ഓർഗാനിക് കോമ്പൗണ്ട്സിനെ കാണാൻ പറ്റും. അതേപോലെ ക്ലോത്ത്സ് അല്ലേ, നമ്മൾ ഈ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളിലൊക്കെ എന്തുണ്ട് ഓർഗാനിക് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രിയുമായിട്ട് വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യം. അതേപോലെ മെഡിസിൻസ്. ഇപ്പോൾ മെഡിസിൻസിനൊക്കെ നിങ്ങളിപ്പം ഓരോ മെഡിസിൻ്റെ പേരുകൾ എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ നെയിമിംഗ് ഒക്കെ പഠിച്ചിട്ടുള്ളവർക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അവിടെ നമുക്ക് ഓർഗാനിക് കോമ്പൗണ്ട്സിനെയാണ് അവിടെ കാണാൻ പറ്റുക. അപ്പോൾ മെഡിസിൻ വാല്യൂ ഉണ്ട്, പ്ലാസ്റ്റിക്സ്, അതേപോലെ നമ്മുടെ പെസ്റ്റിസൈഡ്സ്, ബയോ കെമിസ്ട്രി, ബയോടെക്നോളജി, അങ്ങനെ ഒരുപാട് വലിയ സാധ്യതയുള്ള കരിയർ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന, തുടർന്ന് നമുക്ക് ഏതൊക്കെ മേഖലയിലേക്കൊരു ചോയ്സ് എടുക്കാൻ പറ്റുന്ന അത്രയും വലിയൊരു വൈൽഡ് ഡൈവേഴ്സിറ്റി ഉള്ള ഒരു ബ്രാഞ്ചാണ് കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ചാണ് ഓർഗാനിക് കെമിസ്ട്രി. ഓക്കെ, അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ രസകരമായിട്ട് നമുക്ക് എളുപ്പം പഠിച്ചെടുക്കാൻ പറ്റും. ബേസ് ക്ലിയർ ആക്കിക്കൊണ്ട് തന്നെ നമുക്ക് പഠിക്കാം. ഓക്കെ, ഇനി ഓർഗാനിക് കെമിസ്ട്രി നമ്മളൊന്ന് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം എന്താണ്. ഓർഗാനിക് കെമിസ്ട്രി ഈസ് ദ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ദാറ്റ് ഡീൽസ് വിത്ത് കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് എന്ന് ഈസിലി പറയാൻ പറ്റും. പക്ഷെ ശരിക്കും അങ്ങനെ അല്ല. എല്ലാ കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് അല്ലെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രി റിലേറ്റഡ് ആണ് അല്ല. ഫോർ എക്സാമ്പിൾ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നമ്മുടെ കാൽഷ്യം കാർബണേറ്റ്, സോഡിയം കാർബണേറ്റ്, പൊട്ടാസ്യം ബൈകാർബണേറ്റ്, സോഡിയം ബൈകാർബണേറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതിലൊക്കെ കാർബൺ ഉണ്ട് അല്ലേ. ഇവിടെ എല്ലാം നമുക്ക് ആരും കാണാം, കോമൺ ആയിട്ട് നമുക്ക് കാർബൺ ഉണ്ട്. പക്ഷെ ഇതൊന്നും എന്താണ് ഓർഗാനിക് കോമ്പൗണ്ട്സ് അല്ല. കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് ആണ്, പക്ഷെ ഇതൊന്നും ഓർഗാനിക് കോമ്പൗണ്ട്സ് അല്ല. ഇവരൊക്കെ ജസ്റ്റ് ഇനോർഗാനിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ശരിക്കും ഓർഗാനിക് കെമിസ്ട്രി? ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് ഇത് വൺ ഓഫ് ദ ബ്രാഞ്ച് ആണ്. അത് ഞാൻ പറഞ്ഞു, നമ്മുടെ കെമിസ്ട്രിയിൽ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. അതിൽ ഒരു വൺ ഓഫ് ദ ബ്രാഞ്ച് ആണ് ഓർഗാനിക് കെമിസ്ട്രി. ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ദാറ്റ് ഡീൽസ് വിത്ത് ഹൈഡ്രോകാർബൺസ് ആൻഡ് ദെയർ ഡെറിവേറ്റീവ്സ്. ഹൈഡ്രോകാർബൺസ്, ഈ ഒരു വാക്കാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഹൈഡ്രോകാർബൺസ് ആൻഡ് ദെയർ ഡെറിവേറ്റീവ്സ്. ഹൈഡ്രോകാർബൺസ് ആരാണ്? ഹൈഡ്രോകാർബൺസ് എന്ന് പറഞ്ഞാൽ കാർബണും അതേപോലെ നമ്മുടെ ഹൈഡ്രജൻ. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഫോം ചെയ്തിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സും പിന്നെ ഇവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഡെറിവേറ്റീവ്സ്. ഓക്കെ, അതായത് കാർബണിന്റെ കൂടെ ഹൈഡ്രജൻ ചേർന്ന് നമുക്ക് വലിയ ഓർഗാനിക് കോമ്പൗണ്ട്സ് കിട്ടും. അതിൽ തന്നെ ഹൈഡ്രജനെ മാറ്റി ഓക്സിജൻ, നൈട്രജൻ, സൾഫർ പോലുള്ള മറ്റ് ആറ്റംസ് അല്ലെങ്കിൽ മറ്റ് ഗ്രൂപ്പുകളോ വന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുന്ന ഹൈഡ്രോ കാർബൺസിനെ അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ, അവരെയാണ് നമ്മൾ ഈ ഡെറിവേറ്റീവ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ദാറ്റ് ഡീൽസ് വിത്ത് ഹൈഡ്രോ കാർബൺസ് ആൻഡ് ഡെറിവേറ്റീവ്സ്. ഇപ്പൊ ഡെറിവേറ്റീവ്സ് എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ അല്ലെ. കാർബണും
ഹൈഡ്രജനും കൂടെ കമ്പൈൻ ചെയ്തുണ്ടാവുന്ന കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഹൈഡ്രോ കാർബൺസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് മറ്റ് ഗ്രൂപ്പ്സോ ആറ്റംസോ വന്ന് അറ്റാച്ച് ചെയ്തുണ്ടാവുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സ്, അവരെയാണ് നമ്മൾ ഡെറിവേറ്റീവ്സ്, അതിൽ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ കൂടുതലും നിങ്ങൾക്ക് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഒരുപാട് ഇൻഡസ്ട്രി, പേപ്പർ ഇൻഡസ്ട്രി ഉണ്ട്, പ്ലാസ്റ്റിക് ഇൻഡസ്ട്രി ഉണ്ട്, പെസ്റ്റിസൈഡ്സ് ഉണ്ട്, ഇങ്ങനെയുള്ള ഏതൊരു വിഭാഗം എടുത്ത് നോക്കിയാലും അവിടെയൊക്കെയും ഇനോർഗാനിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സിൽ നിന്നും ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ഡിറൈവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ള ഇനോർഗാനിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സിനെ കൺവേർട്ട് ചെയ്യണം ഓർഗാനിക് ആയിട്ട്. ഓക്കെ, ഓർഗാനിക് ആയിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടാണ് പുതിയ 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 ഓർഗാനിക് കോമ്പൗണ്ട്സ് കണ്ടുപിടിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള സാധ്യതകൾ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയും ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഇപ്പോഴത്തെ ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ പറയുകയാണെങ്കിൽ ഏകദേശം 6 or 7 മില്യൺസോളം ഓർഗാനിക് കോമ്പൗണ്ട്സ് നിലവിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്, ഇപ്പോഴും കണ്ടുപിടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമുക്കിനി എങ്ങനെയാണ്, ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം തോന്നുന്നുണ്ടാവും അല്ലെ, ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഇത്രയും അധികം ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇവിടെ ഉണ്ട്, അപ്പൊ ഇവരുടെ കണ്ടുപിടുത്തം എങ്ങനെ ഇവരെ നമ്മൾ ഇത്രയും ഇനോർഗാനിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്തു എന്നുള്ള സംശയങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പോൾ നമ്മൾ ഓർഗാനിക് എന്ന വാക്ക് നമുക്കറിയാം, നമ്മൾ ബയോളജിക്കലി നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് അല്ലെ ഓർഗാനിക്. ഇപ്പോൾ ഓർഗാനിക് ആയിട്ടുള്ളൊരു എന്താ വെജിറ്റബിൾ, പിന്നെ ഓർഗാനിക് ഫുഡാണ് അല്ലെ, അങ്ങനെയൊക്കെ നമ്മൾ പറയും. ഇപ്പം അരിസ്റ്റോട്ടിൽ സയൻറ്റിസ്റ്റിന്റെ പേര് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു, ബയോളജിയുടെ അല്ലെ ഫാദർ ഓഫ് ബയോളജി അരിസ്റ്റോട്ടിൽ. അപ്പോൾ അദ്ദേഹത്തിന്റെ കാലം മുതൽക്കേ തന്നെ എന്താണ് ഓർഗാനിക് എന്നൊരു പേര് നിലനിന്ന് വന്നിരുന്നു. അപ്പം ഓർഗാനിക്കും ഇനോർഗാനിക്കും അല്ലെ, ഓർഗാനിക് അല്ലാത്തത് ഇനോർഗാനിക്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടെന്നറിയാം, പക്ഷേ ആ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ കണ്ടുപിടിച്ചിട്ടുണ്ട് അവർ ലിവിങ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം പ്രസന്റ് ആയിരുന്നു എന്നുള്ളൊരു ധാരണയിലായിരുന്നു അന്ന് ശാസ്ത്രലോകം, അല്ലെങ്കിൽ അന്ന് അങ്ങനെയായിരുന്നു വിശ്വസിച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ ബെർസീലിയസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് 1780s, ഓക്കെ, അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി ഡിവൈൻ ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ലിവിങ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹ്യൂമൻസിലോ അല്ലെങ്കിൽ പ്ലാന്റ്സിലോ ആനിമൽസിലോ ഒക്കെ ലിവിങ് ആയിട്ടുള്ള അവരുടെ ടിഷ്യൂസിൽ മാത്രം കണ്ടുവരുന്ന അല്ലെങ്കിൽ അങ്ങനെ മാത്രമേ പ്രസന്റ് ആയിരിക്കുന്ന കോമ്പൗണ്ട്സ് ആണ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. അതിനെ നമുക്ക് റീക്രിയേറ്റ് ചെയ്യുക ഇമ്പോസിബിൾ ആണെന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ട്, അതെവിടെ മാത്രമേ ഉള്ളൂ, ലിവിങ് ആയിട്ടുള്ള ആനിമൽസോ പ്ലാന്റ്സോ ലൈക്ക് ലിവിങ് ആയിട്ടുള്ള ഒരു ഓർഗാനിസംസിന്റെ ടിഷ്യൂവിൽ മാത്രം കണ്ടുവരുന്ന അല്ലെങ്കിൽ അവരിൽ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ലബോറട്ടറിയിൽ വീണ്ടും ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെ, അത് അങ്ങനെ വന്നൊരു തിയറിയാണ് വൈറ്റൽ ഫോഴ്സ് തിയറി. ഓക്കെ, വൈറ്റൽ ഫോഴ്സ് തിയറി എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെ ശാസ്ത്രലോകം വിശ്വസിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയുടെ ശരിക്കും ഫാദർ ഓഫ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് തന്നെ അറിയപ്പെടുന്ന സയൻസിന്റെ പേര് നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക, ഫെഡറിച്ച് വോളർ. ഓക്കെ, ഫെഡറിച്ച് വോളർ. അദ്ദേഹം 1828 ഫെഡറിച്ച് വോളർ ചെയ്തത് ഇത്രയേ ഉള്ളൂ. ഞാൻ അതിന്റെ ഒരു റിയാക്ഷൻ വെച്ചിട്ടുണ്ട്. അമോണിയം സയനൈറ്റിനെ എടുത്തിട്ട് അദ്ദേഹം വേറെ ഒന്ന് ചൂടാക്കി. അമോണിയം സയനൈറ്റിനെ എടുത്ത് ഒന്ന് ചൂടാക്കിയപ്പോൾ കിട്ടിയ പ്രോഡക്റ്റ് നോക്കിയേ, NH2CO NH2. ആരാണിത്? യൂറിയ അല്ലെ. നമുക്കറിയാം യൂറിയ എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. ഓക്കെ, അപ്പൊ അമോണിയം സയനൈറ്റിനെ എടുത്തൊന്ന് ചൂടാക്കിയപ്പോൾ അമോണിയം സയനൈറ്റ് ഒന്ന് റീഅറേഞ്ച് ആയിട്ട് യൂറിയ ആയിട്ട് മാറി. അപ്പൊ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന ബ്രാഞ്ച്. ഓക്കെ, ഇതായിരുന്നു ഇതിന്റെ തുടക്കം. അപ്പോൾ യൂറിയ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണെന്നുള്ളത് അറിയുന്നത് കൊണ്ട് തന്നെ ഫെഡറിച്ച് വോളറിന്റെ ഈ ഒരു കണ്ടുപിടുത്തം, അന്നത്തെ വളരെ പരിമിതമായ എക്യുപ്മെന്റ്സ് ഒക്കെ അന്നുണ്ടായിരുന്നു. നമുക്ക് ഏതാണ് 1828 കാലഘട്ടങ്ങളാണ്. അപ്പൊ അത് ഭയങ്കര ഒന്ന് ആലോചിച്ച് വേണം, അന്നേ അവർ ഇതൊക്കെ ചിന്തിക്കുക, അന്ന് അതൊക്കെ ചെയ്യുക. പിന്നെ അങ്ങോട്ട് ഈ തുടർന്നുള്ള ഈ ഒരു എക്സ്പെരിമെന്റിന്റെ തുടർച്ചയായിട്ട് തുടർന്നുള്ള വർഷങ്ങളിൽ പിന്നെ ശാസ്ത്രലോകം വെറുതെ ഇരുന്നിട്ടില്ല. അവർ തുടർന്ന് ഒരുപാട് വർക്ക് ചെയ്തു. അങ്ങനെ പല സയന്റിസ്റ്റും പല ഓർഗാനിക് കോമ്പൗണ്ട്സും അവർ കണ്ടുപിടിക്കാൻ തുടങ്ങി. ഓക്കെ, അങ്ങനെ നമ്മൾ NCERT നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവിടെ പല സയന്റിസ്റ്റുകളുടെ പേരും അവർ കണ്ടുപിടിച്ച അസറ്റിക് ആസിഡ് കണ്ടുപിടിച്ച കഥ പറയുന്നുണ്ട്, മീഥെയിൻ്റെ പിന്നെ കണ്ടുപിടുത്തത്തെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ തുടർന്നുള്ള കണ്ടുപിടുത്തം പിന്നീട് നടക്കുകയും അങ്ങനെ നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രി എന്ന ബ്രാഞ്ചിന്റെ ആരംഭം അവിടെ നിന്ന് മുന്നോട്ട് അങ്ങ് എന്താ പറയാ കുതിച്ച് പായുകയായിരുന്നു. ഓക്കെ, അതിന്ന് ഈ ഒരു പ്രസന്റ് നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴും 7 അല്ലെങ്കിൽ 6 ആ ലെവല് അത്രയും മില്യൺസ് ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ഡിറൈവ് ചെയ്തെടുക്കാൻ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ലെവലിലേക്ക് ശാസ്ത്രലോകം വളർന്നിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ
+1 ഈ 2 ചാപ്റ്റേഴ്സും ഓർഗാനിക് കെമിസ്ട്രിയുടെ ഈ സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സും അതേപോലെ തന്നെ നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസ്, ഈ 2 ചാപ്റ്ററും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത +2 നമ്മൾ 4 ചാപ്റ്റേഴ്സ്, മെയിനായിട്ട് 4 ചാപ്റ്റേഴ്സ് ഓർഗാനിക് കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിലേക്കുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ബേസിക്സ് നിങ്ങളെ ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ +2 പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് ഈ ചാപ്റ്റേഴ്സിലൂടെ നമ്മളത് ക്ലിയർ ഔട്ട് ചെയ്യണം. കൃത്യമായി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് +2 വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് പ്രിപ്പറേഷൻസും റിയാക്ഷൻസും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, അതൊക്കെ ഈസി ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഇൻട്രൊഡക്ഷൻ പാർട്ട്. ഇനി നമുക്ക് പുതിയൊരു സെഗ്മെന്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. താങ്ക് യു.